ബർത്ത്ഡേ വിഷയം 2000 രൂപ. പ്രിന്റ് ചെയ്ത് തരണേടാ. മുട്ടയുടെ അത്ര വലുപ്പമുള്ള മുട്ടയുടെ അത്ര വലുപ്പമുള്ള ചെറ്റിനെയൊക്കെ പ്രിന്റ് ചെയ്യാൻ ഭയങ്കര പാടാ ചേട്ടാ. കുഞ്ഞായാലും മതി. ഒരു സംരംഭം തുടങ്ങുവാണ്, സപ്പോർട്ട് ചെയ്യോ? എന്താടാ അളിയ സൂപ്പർ ചാറ്റ് വായിക്കാ അളിയ. അതെ അളിയ, അതായത് നിന്റെ ബർത്ത്ഡേ വിഷിന് 5000 രൂപ. അപ്പൊ അതുപോലെ നമ്മൾ ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ വെച്ച് ടി വിയിലൊക്കെ ആരുടെയും ഇപ്പൊ നിന്റെയാണ് ഏറ്റവും കൂടുതൽ 5000. അതില് 1000 നിനക്ക്. അലിൻജോസ് പെരേര വാങ്ങിക്കുന്നത് 15000 രൂപയാണ്, മനസ്സിലായോ? നമുക്ക് അളിയ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത് അത്ര കോമളത്തിന് നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. നിന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ നമുക്ക് അപ്പൊ 5000 ഹാപ്പി ബർത്ത്ഡേ പേര് പറഞ്ഞ അതിന് അളിയ അത് നല്ലൊരു പരിപാടിയാണ്. ഇപ്പൊ മന്ദാരത്തിന്റെ ഒക്കെ ആണെങ്കിൽ 250 രൂപ. മന്ദാരത്തിലേക്ക് 250 രൂപ. ഇത് 250. എന്റെയാണ് കുറച്ചുകൂടി ഒരു പ്രീമിയം, ഒരു 6000. 6000 രൂപയാണ് നിന്റെ. എന്റെ 6000. അപ്പൊ ഏറ്റവും കുറവ് ഓർഡറേ വരാത്തത് നിന്റെ ആയിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും ഒരു മനുഷ്യൻ പോലും ഓർഡർ ചെയ്യാത്ത ബർത്ത്ഡേ വിഷ് നിന്റെ ആയിരിക്കും. 1000 രൂപ. എന്റെ അണ്ടിക്കറി പിടിക്കാൻ എന്തിനാണ് നീ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാണ്. നീ ഓക്കെ ആണ്? നീ ഡീൽ തരുവാണെങ്കിൽ ഇത് ഞാൻ ഇത് മുന്നോട്ട് വെച്ചതെല്ലാം ഇത് നമ്മളൊരു പുതിയ 2026 പുതിയൊരു ബിസിനസ് പ്ലാൻ ആണ്. ഞാൻ നിന്റെ മുന്നിൽ ചേട്ടാ രാവിലെ എത്ര ഓർഡർ ഉണ്ടെന്ന് കല്യാണം നീ നിന്റെ ചാറ്റിലോട്ടൊന്ന് നോക്കി, എല്ലാവർക്കും സമ്മതമായിരിക്കും. ആൾക്ക് പോലും സമ്മതമില്ല. അവരൊന്നും വേണ്ട നോ നോ എന്നാണ് പറയണേ ഇവിടെ. സമ്മതമില്ല. കണ്ടാ ശശികുമാറിന്റെ വീടിന്ന് പാല് കാച്ചപ്പോ എന്റെ എല്ലാവിധ ആശംസകളും. വെട്ടുകാട് ഷിബുവിന്റെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ വെട്ടുകാട് ഷിബു. കനാൽ ബോയ്സ് ഒക്കെ ചെയ്യണത് പോലെ ചെണ്ടയൊക്കെ കൊട്ടി വരണ കളിയാ, നൈസായിരിക്കും. നിങ്ങളെ ഇന്ന് ഞാൻ പറഞ്ഞ RP കയറണം. നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാ ടിവിയിൽ എല്ലാരും വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം സിറ്റിയൊന്നും ഇല്ല ശരിക്കും പറയുവാണെങ്കിൽ. ഞാനേ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറിട്ട് വരാടാ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ നിനക്ക് ഓൾറെഡി ബാൻ ആണല്ലോ ചന്ദ്ര. അപ്പൊ ഊമ്പി തെറ്റിയേ നീ അവിടെ വെളിയിൽ ഇരുന്ന് എന്റെ കണ്ടോണ്ടിരിക്കും. ഞാൻ ആർക്കൊക്കെ കളിക്കുന്നത് ഒരു 10-15 ദിവസം നീ കണ്ടോണ്ടിരിക്കും. നിന്റെ കുണത്തിനാണ് നിനക്ക് കിട്ടിയതെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. അളിയ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഞാൻ എന്ത് ഷോർട്ട് ടെമ്പേർഡ് ആൻഡ് ട്രിഗേർഡായിരുന്നു. ഞാൻ എക്സ്ലാൻഡിസിൽ ഒരു ബാനാ മേടിച്ചു, ഒരു ബാൻ. ഞാൻ എത്രക്ക് കൂളായിട്ടാണ് കളിക്കണേ ഇപ്പൊ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ പോലെ നീ 4 സെർവർ പൂട്ടിച്ച് നീ പൂട്ടിച്ച് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എല്ലാം ചെയ്തത്. എല്ലാം. ഒറ്റയ്ക്കാണല്ലോ ചേട്ടാ ഇത്ര നാൾ കളിച്ചോണ്ടിരുന്നത് ടിവിയില്. ലെവൽ അടിക്കാൻ പറ്റൂടാ? കീച്ചൺ ലെവലൊക്കെ പറ്റും ചേട്ടാ. ഇവന്റെ വർക്ക് കഴിഞ്ഞോ? നീ പെയിന്റ് അടിക്കാനുണ്ടോ? ദേവാനന്ദ് എല്ലാരും അന്വേഷിച്ച് പറയാൻ പറഞ്ഞു. അവന്റെ ആ കളർ മതിയെന്നാണ് അവൻ പറയണത്. ഒരു റോസ് കൊടുക്കാം. വേണ്ട, ഒരു ചീഞ്ഞ കറുപ്പം കടിച്ചു. இப்ப நீ ஸ்ட்ரீம்ல காணிச்சல்ல, அப்ப எப்படி தெரியுமா இருந்துச்சு? முழுசா மாறின சந்திரமுகிய பாரு, அந்த மாதிரி அந்த ஜோதிகா வந்துட்டு காணிப்பாங்கல்ல, லைக் அப்ப இது അപ്പൊ നീ ബിസിനസ് പ്രപ്പോസൽ റിജക്ട് ചെയ്യണല്ലേ? അതെ ഞാൻ റിജക്ട് ചെയ്യണം. താല്പര്യമില്ല. ചെറുക്കന്റെ ബർത്ത്ഡേ ഭയങ്കര ക്ലീശ ആയിട്ടുണ്ട്. എന്താടാ ഇവര് മെമ്പറിന്റെ അടുത്ത് ഇങ്ങനെയാണ് വിഷയാണ്. അങ്ങനെ പറയാം എല്ലാരോടും. ചന്ദ്രൻ കട്ട് എടുക്കും. ഹാപ്പി ബർത്ത്ഡേ മൊത്തം കട്ട് എടുത്തിട്ട് പേര് ആഡ് ചെയ്യും.